എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും മാസം 1600 രൂപ വീതം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്കും കുടിശ്ശിക വിതരണത്തെയും മാർച്ച് മാസത്തിലുള്ള വിതരണ നടപടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഡിസംബർ 18 മുതലുള്ള വേതനം മുടങ്ങിയിരിക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തൊഴിൽ ദിനങ്ങളെക്കാൾ വളരെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നടപ്പിലാക്കിയതോടെയാണ് വേതനം മുടങ്ങിയത്. കഴിഞ്ഞ തൊഴിലുറപ്പ് ലേബർ ബഡ്ജറ്റിൽ 105 കോടി തൊഴിൽ ദിനങ്ങൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും 6 കോടി ദിനങ്ങളെ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് അനുവദിച്ചിട്ടുള്ളൂ. ഡിസംബർ പകുതിയായതോടെ കേരളം 6 കോടി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതികൾ കേരളത്തിൽ നടക്കുകയും ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 82 കോടിയായി ഉയരുകയും ചെയ്തു. 22 കോടി തൊഴിൽ ദിനങ്ങളാണ് ആകെ വർദ്ധിച്ചത്. തൊഴിൽ ദിനങ്ങളിൽ 7 കോടി തൊഴിൽ ദിനങ്ങൾക്കുള്ള തുക ഇതിനോടൊപ്പം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിരുന്നു. ഇനി 12 കോടി തൊഴിൽ ദിനങ്ങളുടെ വേതനം കൂടി സംസ്ഥാനത്തിന് ലഭിക്കുവാനുണ്ട്. ഇത് ലഭിച്ചാൽ തൊഴിലുറപ്പ് കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുന്നതാണ്. അധിക തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന തൊഴിലുറപ്പ് മിഷനും സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും നടപടിയായിട്ടില്ല. അടുത്ത സാമ്പത്തിക വർഷത്തെ ലേബർ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് മാർച്ച് 7 നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സംയുക്ത ഉദ്യോഗസ്ഥ യോഗത്തിലും വിഷയം അവതരിപ്പിക്കാനിരിക്കുകയാണ്. സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ ഫണ്ട് അനുവദിക്കപ്പെട്ട വേതന കുടിശ്ശിക വിതരണ നടപടി വന്നാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണെന്ന്. രണ്ടാമതായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാനത്തിപ്പോൾ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 26 മുതൽ ആരംഭിച്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുകയായ 1600 രൂപയുടെ വിതരണം മാർച്ച് 6 വരെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഉത്തരവിലുള്ളത്. എങ്കിലും ഈ ശനിയാഴ്ച വരെയും വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്കെല്ലാം ഇപ്പോൾ തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട്. സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക നൽകുന്നവർക്കാണ് ഇപ്പോഴും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഒരു വർഷമായി എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതലാണ് കൃത്യമായി പെൻഷൻ വിതരണം എല്ലാ മാസവും നടന്നു വരുന്നത്. അതുകൂടാതെ ധനമന്ത്രി അറിയിച്ചതുപോലെ 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശികയും ലഭിച്ചിരുന്നു. ഇനി ലഭിക്കാനുള്ള 3 മാസത്തെ കുടിശ്ശിക തുകയായ 4800 ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷമാണ് വിതരണം ചെയ്യുക. വിശേഷ ദിവസങ്ങളിലും മറ്റ് അതത് മാസങ്ങളിലും വിതരണം ചെയ്യുന്ന ഗഡുവിനോടൊപ്പം ഒരു കുടിശ്ശിക ഗഡു കൂടി നൽകുന്ന തരത്തിലായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക. ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഒരു കുടിശ്ശിക ഗഡു കൂടി വിതരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 3200 രൂപ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിലിൽ തന്നെ ലഭിക്കുന്നതാണ്. പിന്നീട് രണ്ടാമത്തെ കുടിശ്ശിക ഗഡു ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. മൂന്നാമത്തെയും അവസാനത്തെയുമായ ഗഡു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള മാസമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് പറഞ്ഞിരുന്ന 2 കുടിശ്ശിക ഗഡുകളും വിതരണം ചെയ്തു കഴിഞ്ഞതിനാൽ മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം മാത്രമാണ് ഉണ്ടാവുക. മാർച്ച് 31 റംസാൻ ആയതിനാൽ മാർച്ച് 22 ശേഷമുള്ള തീയതികളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ച് പരമാവധി 31 മുമ്പായി പെൻഷൻ എത്തിച്ചേരുന്നതിനുള്ള സാധ്യതയാണ് ഈ മാസം ഉള്ളത്. അനർഹരെ ഒഴിവാക്കുന്ന സോഷ്യൽ ഓഡിറ്റ് പോലുള്ള നടപടികളൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിയും വരെ സർക്കാർ തന്നെ മന്ദഗതിയിൽ ആക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷനുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.